ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി, കുറച്ചല്ല എപ്പോഴും പറയാറുള്ളതാണ്, കുറച്ച് ദിവസമായി സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടുന്നത് ഒരു വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയൊരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ ഇന്നിപ്പോൾ ഇത് പറയാൻ പോകുന്നത് ഒരു പട്ടിക്കുട്ടീനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെടുക്കേണ്ട കുറച്ച് കെയർ, പിന്നെ മേടിക്കേണ്ട സാധനങ്ങൾ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അൺനെസസറി കുറേ കാശ് ചിലവാക്കിയിട്ട് ഒരു 8,000-10,000 രൂപയുടെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ആക്ച്വലി അത്രയൊന്നും ആവശ്യമില്ല. നമ്മൾ അതാത് സ്റ്റേജിൽ മേടിച്ചാൽ മതി, അല്ലാതെ എല്ലാം കൂടെ പോയിട്ട് ഒരുമിച്ച് പോയി മേടിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ചിലവരെല്ലാം കൂടെ ഒരുമിച്ച് മേടിക്കുക, അതൊന്നും ആവശ്യമില്ല. അപ്പം ഞങ്ങൾ അവനെ കൊണ്ടുവരുന്ന സമയത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി പ്രിപ്പയർഡ് പോലും ആയിരുന്നില്ല ഇന്ന് പോകുന്നുള്ളത്. രാവിലെ എണീറ്റ് ചേട്ടൻ പറഞ്ഞു ഇന്ന് പോവാന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവന് കൊണ്ടുവന്നു. ഞങ്ങൾ അവൻ്റെ ബൗള് പാത്രങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പോയി ഒരു കൂടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരി, അവൻ വന്നു, എവിടെ കിടക്കും അത് ഒറ്റ ഒരു ഇതുണ്ടായില്ല. കൊണ്ടുവന്നു. അന്ന് രാത്രി നമ്മൾ കഴിക്കുന്ന അതായത് ഒരു പാത്രത്തിൽ പാല് കൊടുത്തു. ഒരു ഡോഗ് ഫുഡ് പോലും ഞങ്ങൾ കരുതിയിരുന്നില്ല. അന്ന് ഞങ്ങൾ മുട്ടയും പാലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു, ബിക്കോസ് അവർ പാല് കൊടുത്തിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചിലർ പപ്പീസിന് എടുക്കുന്ന സമയത്ത് 40-45 ഡേയ്സിലെടുക്കും. ഒരിക്കലും അത് ചെയ്യരുത്. ഒരു 3 months അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 60 days എങ്കിലും അമ്മയുടെ പാല് കുടിച്ചിരിക്കണം. അല്ലാണ്ട് അവന് ഫ്രീക്വൻ്റ്ലി പപ്പീസിന് ഓരോരോ അസുഖങ്ങൾ വരും. അപ്പോൾ നമുക്ക് പിന്നെ ഇതാവും വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ കുട്ടികൾ 3 മാസം പാല് കൊടുക്കണം. 3 മാസമല്ല 3 വർഷം പാല് കൊടുക്കണം, 3 വയസ്സ് വരെ എന്ന് പറയണ പോലെ പപ്പീസിനും ഉണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് അവനോട് കൊണ്ടുവരുന്ന സമയത്ത് ഒരു 80 ഡേയ്സിൻ്റെ ഇതിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം പാല് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവൻ്റെ ഗ്രോത്തിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഓരോരോ ഗ്രോത്തിൻ്റെ സമയത്ത് പിന്നെ മെയിനായിട്ട് വേണ്ടത് ഹൈജീനിക് ആക്കി വെക്കുക. ഇപ്പം നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതേപോലെ പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കയ്യും കാലും തുടയ്ക്കാൻ. ബിക്കോസ് ഈ ഒരുപാട് ഹെയറി ആയിട്ടുള്ള രോമമുള്ള പട്ടികളൊക്കെ എന്താ പറയുക കാലിലും എല്ലാത്തിലും ധരിക്കും. അപ്പോൾ മണ്ണ് പറ്റിപ്പിടിക്കും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ട്രിം ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇപ്പോൾ ട്രിം ചെയ്യണമെന്ന് അറിയില്ല, ട്രിമ്മർ മേടിച്ചാലും മതി. പിന്നെ അതേപോലെ അതായത് ട്രിം ചെയ്യാന്ന് വെച്ചാൽ മൊത്തം മുടിയല്ല കേട്ടോ, കാലിൻ്റെ അടിയിലത്തെ, അതായത് കുഞ്ഞിക്കാലുകൾ ഉണ്ടാവുമല്ലോ, കുഞ്ഞിക്കാലിലത്തെ അടിയിലത്തെ രോമങ്ങൾ, അത് മാത്രം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അവന് എല്ലാ പ്രാവശ്യം ട്രിം ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഓൾമോസ്റ്റ് പുറത്ത് ഇപ്പോൾ ചീച്ച വയ്ക്കാനും പിടിപ്പിക്കാനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, പിന്നെ കളിക്കാനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ കാലിൽ എന്തായാലും മണ്ണുണ്ടാവും. മണ്ണിലൊക്കെ കിടന്നിട്ട് വരും. അപ്പോൾ മോസ്റ്റ്ലി ഒരു നനഞ്ഞ തുണി വൈപ്സ് കിട്ടും, അത് യൂസ് ചെയ്യുക. അതൊക്കെ കോസ്റ്റ്ലിയാണ്, അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ഒരു ദിവസം ഒരു തുണി വെക്കുക, അത് അടുത്ത ദിവസം ഈ പറഞ്ഞ പോലെ വാഷ് ചെയ്തിടാനും ഇപ്പോൾ ഇവിടെ മഴ ആയതുകൊണ്ട് എനിക്ക് അതും വലിയ പണിയില്ല. ഇന്നത്തെ തുണി എടുത്തിട്ട് ആഴമ പുറത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മഴയത്ത് വാഷ് ആയിക്കോളും. അല്ല വെച്ചാൽ ബക്കറ്റിൽ കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കും, അങ്ങനെ ചെയ്യും. അപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ മേടിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്, ഞങ്ങൾ ഇവന് വേണ്ടി മേടിച്ചിട്ടുള്ള സാധനങ്ങൾ വലിയ ചിലവൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല, ഇതുവരെ ചിലവ് വേണ്ടി വന്നിട്ടില്ല. ഒന്ന് പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നതിൻ്റെ അടുത്ത ദിവസം പിന്നെ ഞങ്ങൾ കൂട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അവൻ രാത്രി അതായത് ഓരോരോ ഇപ്പോൾ ടോയ് ബ്രീഡാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ കുട്ടു ഷിറ്റ്സു ആണ്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിറ്റ്സു ഹാറ്റ്സോ മിക്സഡ് ആണ്. ഇവന്ന് വെച്ച് ഇങ്ങനത്തെ ബ്രീഡുകൾ ഒരുപാട് പേടിയുള്ള കൂട്ടത്തിലാണ്. നമ്മൾ അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമ്പോഴോ ഭയങ്കര പേടിയാണ്. അപ്പം അങ്ങനെയുള്ള പട്ടിക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൂട് മേടിച്ചിട്ട് കാശ് ചിലവാക്കണമെന്നില്ല, ജസ്റ്റ് ഒരു ഹാർനെസ് മേടിച്ചാൽ മതി. അതായത് ഇപ്പോൾ അവനൊന്ന് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒന്ന് കെട്ടിയിടാൻ ഞങ്ങളവന് കൂട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി കൂട് നോക്കിയിട്ട് ഒരു 3 months ഒക്കെ നോക്കിയിട്ട് കൂട് മേടിച്ചാൽ മതി. ഇത് 1 feet 1 അടിയുടെ ആ ഒരു ഇതാണ്. പക്ഷെ ഇപ്പം അവന്
അത് സഫീഷ്യൻ്റ് അല്ല. അവൻ അതിൽ കിടക്കാൻ പോലും പറ്റില്ല. അവൻ ആകെ ഇപ്പം അത് യൂസ് ചെയ്യുന്നത് പുറത്ത് മഴയാണെങ്കിൽ ചീച്ച വയ്ക്കാനുള്ളത് മാത്രമാണ് അവനത് യൂസ് ചെയ്യുന്നത്. അതിനവന് പറ്റില്ല. അതുകൊണ്ടൊരു 3 months കഴിഞ്ഞിട്ട് നിങ്ങളൊരു കൂട് മേടിച്ചാൽ മതി. അതാവും കുറച്ചുകൂടി നല്ല. ഇതിപ്പോൾ ഞങ്ങൾ മേടിച്ചത് യൂസ്ലെസ് ആണ്, ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അവനതിൽ കിടക്കാനേ പറ്റില്ല. പിന്നെ അവൻ കിടക്കാറും ഇല്ല. ഒന്ന് ലാവിഷായിട്ട് കിടക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഇവിടെ നമ്മൾ അടിച്ചു തുടക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നവൻ അതിൻ്റെ ഉള്ളിലിടാൻ ഓടിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞങ്ങളത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഹൈജീനിക് ആക്കി വയ്ക്കുക. ഒരു കത്രിക മേടിക്കുക, കുഞ്ഞു കത്രിക. അത് നമ്മുടെ വീട്ടിലുണ്ടാവും. ഇത്രയും ദിവസം ഞാൻ വീട്ടിൽ തന്നെ യൂസ് ചെയ്തത്. ഫർ വരുന്ന, അതായത് രോമം വളരുന്നതിനനുസരിച്ചിട്ട് പതുക്കെ പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. പക്ഷെ ഷിറ്റ്സു ആയതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്യേണ്ടി വരുന്നത്. വേറെ രോമമുള്ളതൊക്കെ ഉണ്ട്, അതായത് ലൈക്ക് പൊമറേനിയൻ ഉണ്ട്, പിന്നെ സെമോയിഡ്, ഇന്ത്യൻ സ്പേസ്, അങ്ങനെയൊക്കെ ഉണ്ട്, കുറേ ഉണ്ടല്ലോ. ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നു ഒരു സെമോയിഡ് ഉണ്ട്. അവനൊന്നും അങ്ങനെ വെട്ടി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇവന് ഈ കണ്ണിൽ പെടുന്ന കാരണമാണ് വെട്ടിക്കൊടുക്കാറ്. ഞാൻ വെട്ടിക്കൊടുക്കാറുണ്ട്. കുറേ പേര് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഇടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അവൻ്റെ ഇതുവരെ ഞങ്ങൾ മേടിച്ചിട്ടുള്ള എക്സ്പെൻസ് പറയാം. അടുത്ത ദിവസം കൊണ്ടുവന്നതിൻ്റെ അടുത്ത ദിവസം ഒരു 1/2 kg പെഡിഗ്രി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 75 rupees ആയിട്ടുണ്ടായിരുന്നു. ഒരു മാസം ഓടി. പിന്നെ മേടിച്ചത് 500 grams പെഡിഗ്രി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാറ്റിയിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ ഫുഡ് അടുത്ത ദിവസം പെഡിഗ്രിയാണ് മേടിച്ചത്. വെച്ച് കഴിഞ്ഞാൽ എമർജൻസി ആയിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളൊരു എമർജൻസി സിറ്റുവേഷനിൽ വേറെ ഫുഡ് ചിക്കൻ ഇല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി മേടിച്ചപ്പോൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പെഡിഗ്രി മേടിച്ചു. ഇപ്പം ഞങ്ങളത് മാറ്റിയിട്ട് NND ആക്കി. ബിക്കോസ് പെഡിഗ്രി എനിക്ക് അത്ര ഒരു ഇതായി തോന്നിയില്ല. അതവൻ കഴിക്കുമ്പോൾ അവന് കോൺസ്റ്റിപ്പേഷൻ ആയ പോലെ തോന്നി. കോൺസ്റ്റിപ്പേഷൻ ആക്കുന്നുണ്ടത്. പിന്നെ വെള്ളം കുടിക്കാത്തൊരു കൂട്ടത്തിലാണ്. സിറിഞ്ച് കൊണ്ട് വേണം വെള്ളം കൊടുക്കാൻ. പക്ഷെ എന്നാലും പെഡിഗ്രി കൊടുക്കുന്ന ദിവസങ്ങളിൽ അടുത്ത ദിവസം മോഷൻ പോകണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങളത് മാറ്റി NND ആക്കി. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അതിപ്പോൾ പപ്പി ആയതുകൊണ്ട് മാത്രം ഞങ്ങളത് മേടിച്ചതാണ്. പിന്നെ ഞങ്ങളത് മോസ്റ്റ്ലി കൊടുക്കാറില്ല. ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് മേടിച്ചു വെച്ചൊന്ന് മാത്രം. പിന്നെ ചിക്കൻ മേടിച്ചിട്ട് അവനുള്ളത് വേവിച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അതായത് ഡെയിലി ഒരു പീസല്ല ആവശ്യമുള്ളൂ. പിന്നെ ഒരു നേരത്തെ ഒരു 15 gram കൊടുക്കും. ഒരു ദിവസത്തിൽ ഒരു 15 gram. ഇപ്പോൾ ഒരു 1 kg ഇപ്പോൾ മേടിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം കുറച്ച് നാൾ ഒരു 2-3 മാസത്തേക്ക് വരും. ഇവനിപ്പോൾ ഞങ്ങൾ കൊടുക്കാറുള്ളത് ഇവനിപ്പോൾ ഒരു 115 ദിവസമായി, 115 days ആയി. രാവിലെ എണീറ്റ് ഇവർ പാല് കൊടുത്ത് ശീലിച്ചത് കൊണ്ട് ഞങ്ങളിപ്പോൾ പാല് കൊടുക്കാറുണ്ട്. ഗ്രാജുവലി നിർത്തണം. പിന്നെ മുട്ട കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 11:30 ചോറ്, ഒരു കുറച്ച് ചോറും ഒരു പീസ് ചിക്കനും ഇട്ടിട്ട് മിക്സിയിലിട്ട് ഇത് അടിച്ചിട്ട് കൊടുക്കും. പിന്നെ ഒരു 4 മണിക്ക് പാല് കൊടുക്കും. അവന് തോന്നിയാൽ അവൻ കുടിക്കും. കുറച്ച് ഒരു സ്പൂണ് പാലും 4 സ്പൂണ് വെള്ളം എന്നുള്ള അളവിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ കുട്ടി ആയതുകൊണ്ട് ഒരു 6:30 കുറച്ച് ഫുഡ് കൊടുക്കും. ആ ചോറ് ഉച്ചക്കലത്തെ ഒരു 2 tablespoon മാറ്റി വയ്ക്കും. പിന്നെ രാത്രി അവൻ്റെ ഡോഗ് ഫുഡ് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കല്. വെള്ളം കുടിക്കാത്ത കാരണം വെള്ളത്തിലിട്ട് എനിക്ക് തോന്നുന്നു അതാവും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ വെള്ളവും ചെല്ലും, പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല, പിന്നെ ഡൈജഷൻ ആവും. അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങൾ മേടിക്കുന്നത്. പിന്നെ ഇനി അവന് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. അതായത് ഓരോരോ സാധനം. ബൗള് കൂടാണ് ആദ്യം മേടിച്ചത്. അടുത്ത ദിവസം പോയി പെഡിഗ്രി മേടിച്ചു. പിന്നെ ഒരു സിറഞ്ച് മേടിച്ചു. ഒരു പട്ടിക്കുട്ടീനെ കൊണ്ടുവരുമ്പോൾ ഒരു മോസ്റ്റ്ലി ആദ്യം വേണ്ട ഒരു സാധനം സിറഞ്ചാണ്. ചിലവരൊക്കെ ഇപ്പം നമ്മളവിടെ ഇവരുടെ തന്നെ കടയിൽ പോയി ഫില്ലർ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഫില്ലറൊക്കെ കിട്ടും. ഒന്നും ആവശ്യമില്ല. അത് 100 രൂപ മുകളിലാണ്. ഒരു സാധാ സിറഞ്ച്, ഒരു കുഞ്ഞ് സിറഞ്ച്, ഒരു 3 ml സിറഞ്ച് മേടിച്ചാൽ മതി. ആകെ 5 രൂപയെ ചിലവുള്ളൂ. അപ്പോൾ അതൊരു സിറഞ്ച് മേടിക്കുക. പിന്നെ അടുത്തത് മേടിച്ചത് കൂടാണ്. ആക്ച്വലി അത് ഞങ്ങൾ മണ്ടത്തരം ചെയ്തു, മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിപ്പോൾ അവൻ യൂസ് ചെയ്യാറില്ല. കൂട് മേടിച്ചു. പിന്നെ മേടിച്ചിട്ടുള്ളത് പാത്രം. അത് പിന്നെ അറിയാമല്ലോ, ഇപ്പോൾ പട്ടിക്കുട്ടീനെ മേടിക്കുന്ന വീട്ടിൽ എന്തായാലും 2 പാത്രങ്ങൾ. ഒരു കുഞ്ഞ് പാത്രം വെള്ളം കുടിക്കാനും ഒന്ന് ഫുഡ് കഴിക്കാനുമാണ്. പിന്നെ മേടിച്ചിട്ടുള്ളത് അവന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കാൽഷ്യത്തിൻ്റെ, ഇതിപ്പോൾ അവർ ഞങ്ങൾക്ക് തന്നതാണ്.
ഇത് പപ്പീസിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാൽഷ്യത്തിൻ്റെ കുറവുണ്ടാവും. ഞങ്ങൾ പിന്നെ മുട്ട കൊടുക്കണ കാരണം ഇത് 2 നേരം എന്നുള്ളത് 1 നേരമാണ് കൊടുക്കാറുള്ളത്, 2 ml വെച്ചിട്ട്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേംസിൻ്റെ മരുന്ന്. അതൊരിക്കലും തെറ്റിക്കരുത്. 14 days ഗ്യാപ്പിൽ വേംസിൻ്റെ മരുന്ന് കൊടുക്കുക. അതിപ്പോൾ ഈസി പെറ്റ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് അത് ഈസി പെറ്റ് അന്ന് കിട്ടിയില്ല, ആ ടൈമിൽ കിട്ടാത്ത കാരണം ഞങ്ങൾ കുട്ടികൾക്ക് തന്നെ കൊടുക്കണതാണ് മേടിച്ചത്. നൈസിറ്റ് അങ്ങനെ എന്തോ ആണ് അവർ മെഡിക്കൽ സ്റ്റോറുകാർ പറഞ്ഞിട്ട്, അതായത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറല്ല, ഡോഗ്സിൻ്റെ അവർ പറഞ്ഞിട്ട് അവരുടെ ഷോപ്പിൽ നിന്ന് പറഞ്ഞിട്ടുള്ള പേരാവട്ടെ. ഇതിപ്പോൾ ഒരു 14 days ഞാൻ വെയിറ്റ് അനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ കൊടുക്കാൻ. തോന്നിയ പോലെ കൊടുക്കരുത്. ഇപ്പോൾ അവൻ 2.5 ആയിരുന്നു അന്ന് കൊടുക്കുമ്പോൾ, അപ്പോൾ 2.5 കൊടുത്തു. ഇനിയിപ്പോൾ കൊടുക്കുമ്പോൾ വെയിറ്റ് അനുസരിച്ചിട്ട് കൊടുക്കണം. per kg 1 ml എന്നാണ്. പിന്നെ അവന് മേടിച്ചിട്ടുള്ളത് മോസ്റ്റ്ലി ആവശ്യമുള്ള സാധനം ഇതാണ് വേണ്ടത്. ഇതിപ്പോൾ ഒരു കോമ്പാണ് അവൻ്റെ. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ അവൻ ഈരാൻ വേണ്ടിയിട്ട് സമയമൊന്നും കണ്ടെത്തണ്ട. അവൻ ഉറങ്ങുമ്പോൾ നമ്മളെപ്പോഴെങ്കിലും ഫ്രീ ആയിരിക്കുമ്പോൾ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുറേ പേര് പറയും രോമം കൊഴിയുന്നുണ്ട്, അലർജി ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ അതുകൊണ്ട്. ഇനി ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ പൊമറേനിയൻ അല്ല, സെമോയിഡ് ആയിരുന്നു, വലിയ സൈസായിരുന്നു. അവനും ഞങ്ങൾക്ക് അങ്ങനെ മുടി കൊഴിച്ചിൽ അങ്ങനെ കണ്ടിട്ടില്ല. ബിക്കോസ് വീക്ക്ലി വൺസ് ഞങ്ങൾ കുളിപ്പിക്കും, ഈരി കൊടുക്കും, നന്നായിട്ട് ഈരി കൊടുക്കും. അന്ന് ഈ കോമ്പായിരുന്നില്ല, വേറെ കോമ്പായിരുന്നു. എന്നാലും ഞങ്ങൾ ഈരി കൊടുക്കും. 1-2 മുടി അവിടെ കാണുന്നല്ലാണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫുഡിലും എല്ലാവിടെയും ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഷിറ്റ്സുവിൻ്റെ ഇതിൽ ആൾക്കാർ പറയും, പിന്നെ ഷിറ്റ്സു എന്ന് പറഞ്ഞ ബ്രീഡിന് അറിയാമല്ലോ, ഇപ്പം അങ്ങനെ മുടി താഴേക്കാണ്. മറ്റേ പൊമറേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കണം. ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴേക്കാണ് വരുന്നത്. പിന്നെ 2 കോട്ടാണ്, ഉള്ളിലൊരു കോട്ടും പുറത്തൊരു കോട്ടും. ഇപ്പം ഞാൻ വെട്ടിവിട്ട കാരണം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വെട്ടിവിട്ട കാരണം അവനങ്ങനെ എന്താ പറയുക താഴേക്കല്ല, നോർമലി ഷിറ്റ്സുവിൻ്റെ പോലെയല്ല ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഡെയിലി ഇത് ഇടാറുണ്ട്, ഞാൻ അല്ലെങ്കിൽ മക്കൾ ഒരു 5 മിനിറ്റ്, 5 അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഇടും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈരി കഴിഞ്ഞാൽ ആ ഫർ എവിടെയും പറന്നു പോകില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ ആ ഫർ പുറത്തേക്ക് വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും TV കാണാനൊക്കെ ഇരിക്കില്ല, അവൻ നമ്മുടെ അടുത്ത് വന്ന് കിടക്കും. ഇത് ഞങ്ങൾ ഇരിക്കുന്നിടത്ത് എപ്പോഴും വെക്കും, പക്ഷേ തുറന്ന് വെക്കില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കവറിലിട്ടിട്ട് തന്നെയാണ് വെക്കുക. ക്ലീൻ ചെയ്ത് വെക്കണം, അതാണ് ഇതിൻ്റെ ഇത്. ക്ലീൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ചീർപ്പ് തലമുടി ഈരിക്കഴിഞ്ഞാൽ മുടിയൊക്കെ കളഞ്ഞിട്ട് വെക്കില്ല, അതേപോലെ വെക്കില്ലല്ലോ. അതേപോലെ തന്നെ അവൻ്റെ മുടി ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെടുത്ത് വെക്കും. പിന്നെ ഞാൻ എപ്പോഴും അടുത്ത് വെക്കുന്ന ഒരു കാര്യം കത്രികയാണ്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ അവൻ ഉറങ്ങുമ്പോൾ കാലിൻ്റെ അടിയിലത്തെ രോമൊക്കെ വെട്ടി കൊടുക്കും. പിന്നെ പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എപ്പോഴും, ഇപ്പം ഞങ്ങളിന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അവനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയിട്ട് വന്നിട്ട് ഞങ്ങൾ കയ്യും കാലും കഴുകണ പോലെ തന്നെ അവനെയും കയ്യും കാലും കഴുകിയിട്ട് തുടച്ചു കൊടുക്കും. വൈപ്സ് ഒക്കെ മേടിക്കുമ്പോൾ വീണ്ടും നമുക്ക് ഒരുപാട് ചാർജസ് ആണ്. എന്തിനാ വെറുതെ ഇപ്പോൾ ആൾക്കാർ പറയും ഇങ്ങനത്തെ ഒക്കെ ബ്രീഡ് മേടിച്ച് കഴിഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യണം. ടൈം സ്പെൻഡ് ചെയ്യിച്ചാൽ അവൻ്റെ കൂടെ അല്ല, നോക്കാൻ വേണ്ടിയിട്ട് ടൈം മെയിൻ്റനൻസ് കൂടുതലാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഒരു മെയിൻ്റനൻസും ഇല്ല. അവൻ നമ്മുടെ കൂടെ തന്നെ സുഖമായിട്ടിരിക്കും. കുറച്ച് ഹൈജീനിക്, നമ്മളിപ്പോൾ കയ്യും കാലും കഴുകണ പോലെ അവൻ്റെ കയ്യും കാലും കഴുകി കൊടുക്കാം. എന്തായാലും പുറത്ത് ടാപ്പ് വാട്ടർ ഉണ്ടാവില്ല, നമ്മുടെ ഗാർഡനിലൊക്കെ നനയ്ക്കാം. അതുകൊണ്ട് അതേപോലെ ഒരു കപ്പ് വെച്ചിട്ട് മുക്കിയാലും മതി, എന്നിട്ട് തുടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് സമയമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടച്ചു കൊടുക്കാൻ സമയമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കാല് കഴുകിയിട്ട് അവൻ്റെ കൂട്ടിൽ കൊണ്ട് ഇടും, തുണി വിരിച്ചിട്ട്. അപ്പോൾ അവൻ അതിൽ തന്നെ ഇരുന്നുള്ളൂ. ഉണങ്ങി കഴിഞ്ഞിട്ട്, ഉണങ്ങാൻ വെച്ചാൽ 2 മിനിറ്റ് കൊണ്ട് ആ വെള്ളം ഒന്ന് ഡ്രൈ ആവുമല്ലോ. അല്ല ഇനി ഇതിനൊന്നും സമയമില്ല, നമ്മൾക്ക് തന്നെ സമയമില്ല. ഇനി ഇവൻ്റെ കയ്യും കാലും തുടച്ചിട്ട് കഴുകി തുടയ്ക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ആമസോണിൽ സെർച്ച് ചെയ്തപ്പോൾ ക്ലീനർ കിട്ടും. അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കാല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുക്കിയെടുത്താൽ മതി. കാശ് ചിലവാക്കുക, അതായത് കാശുള്ള, അത് നിങ്ങളുടെ കൺവീനിയൻ്റാണ്. കാശ് ചിലവാക്കപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചില വീഡിയോസിൽ ഈ 8,000 rupees അവർ സ്പെൻഡ് ചെയ്യുന്നത് ടോട്ടൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അത്രയും ഒരു ഇതേ ഇല്ല. 8,000 ഒക്കെ ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പം ദൈവം ഈശ്വര 8,000 രൂപ കൊടുത്തിട്ട് ഒരു സാധനം ഒരു മാസത്തേക്ക് മേടിച്ച് കഴിഞ്ഞാലേ ബാക്കി മനുഷ്യന്മാർക്കൊന്ന് വിചാരിച്ചിട്ട് അത് ഒരു ആവശ്യമില്ല. പിന്നെ അവനിപ്പോൾ വലുതായി, അവൻ്റെ നഖങ്ങൾ വളർന്നത് ഇന്ന് മേടിച്ചതാണ്. അപ്പം നഖം വളർന്നു തുടങ്ങി. അപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ട്, നെയിൽ കട്ടർ മേടിച്ചിട്ടുണ്ട്. ഇന്ന് മേടിച്ച സാധനം ഇതും
പിന്നെ ഡൈജിറ്റോൺ എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ മേടിച്ച് ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും കൂടുതൽ ഫുഡ് കഴിക്കുക. അവനിപ്പോൾ ഞങ്ങളുടെ കൂടെ കഴിക്കുന്ന സമയത്ത് മാമ്പഴം കഴിക്കാറുണ്ട്, പിന്നെ നാളികേരം കഴിക്കാറുണ്ട്. ഞാൻ തേങ്ങ ചേർക്കാനാണ് അപ്പോൾ വരും, അപ്പോൾ കൊടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ നാളികേരം, മാമ്പഴം, ചക്ക, പിന്നെ അവൻ്റെ ഫുഡ്. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ ഡൈജഷൻ ആയില്ലയോ എന്നൊരു സംശയം, കാരണം വയറുവേദന എടുക്കും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മേടിച്ചതിനൊന്നും വലിയ വിലയില്ല. ഇതും പിന്നെ അവൻ്റെ ഇന്ന് മേടിച്ച ഹാർനസ് ഇതും കൂടെ ആകെ 300 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ ഷോപ്സിൽ നമുക്ക് റെഗുലറായിട്ട് പോകണമായിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കാർഡ് കിട്ടും. അപ്പോൾ നമുക്കത് കാണിച്ചു തരാം. അവൻ്റെ ഏജും നമ്മുടെ ഇതും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ ഡിസ്കൗണ്ട് കാർഡ് കിട്ടും. ഇതാണ് കാർഡ്. ഇനി അടുത്ത പ്രാവശ്യം പോകുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പോലും ആവില്ല. അപ്പോൾ ഒരുവിധം ഷോപ്പുകൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവർ തരാൻ മറന്നുപോയി, അപ്പോൾ ഇപ്രാവശ്യമാണ് തന്നത്. അപ്പോൾ ഇന്ന് നെയിൽ ക്ലിപ്പറാണ്. ഇതിപ്പോൾ കാണിച്ചു തരാം, ഞാൻ തുറന്നിട്ട്. ഇത് ഓൾറെഡി സ്റ്റാപ്ലർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ്, ഇതിലൊരു മാർക്കിംഗ് ഉണ്ട് കേട്ടോ, ചെറിയൊരു മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ലോക്ക് ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ വെക്കാം. ഇതിലൊരു സാധനം ഉണ്ട് കണ്ടോ, ഈ സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് ഇതിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്യാം. ഒരുപാട് കട്ട് ചെയ്യരുത്. അവരുടെ ആ ഒരു പിങ്ക് കളർ കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവും, പിന്നെ ഇൻഫെക്ഷൻ ആവും. ഞങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന കുട്ടൂസ്, അതും കുട്ടു തന്നെ പേര്, ഇതും കുട്ടു തന്നെ പേര്. ഇതിൻ്റെ ഒഫീഷ്യൽ പേര് ഞാൻ പറഞ്ഞ പോലെ ഋഷ്യശൃംഗനാണ്. അപ്പോൾ അത് ചേട്ടൻ്റെ ഒരു ഇതാണ്. ചേട്ടൻ പറഞ്ഞു ഇന്ന് പേര് ഞങ്ങൾ കാർഡിൽ കുട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒഫീഷ്യൽ പേര് ഇട്ടാൽ മതിയെന്നും ഒഫീഷ്യൽ പേര് പറയാൻ പറ്റുന്നത്. അപ്പം ഞങ്ങളിനി ഒഫീഷ്യൽ പേര് കാർഡിലൊക്കെ കാണിക്കുള്ളൂ, വിളിപ്പേര് കുട്ടു. അപ്പം ഞങ്ങൾ നേരത്തെ കുട്ടുവിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇതൊന്നുമില്ല. ഞങ്ങളെ വീട്ടിലത്തെ നോർമൽ കത്രിക ഞങ്ങളുടെ നെയിൽ കട്ടർ കൊണ്ടാണ് കട്ട് ചെയ്ത്. നമ്മുടെ നെയിൽ കട്ടർ ആകുമ്പോൾ അതിനൊരു ഒരു സ്ഥലം ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ നെയിൽ കട്ടർ അതിന് കൂടുതൽ അകത്ത് കയറില്ല. അപ്പോൾ അതായിരുന്നു ഞങ്ങൾ യൂസ് ചെയ്തത്. പിന്നെ അവൻ ഞങ്ങൾക്ക് കിട്ടിയത് 1 വയസ്സായിട്ടാണ് ഞങ്ങൾക്ക് അവനെ കിട്ടിയത്. അപ്പോൾ സെമോയിഡ് ആയിരുന്നു അത്. സെമോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊമറേനിയൻ അല്ല, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാം. അതൊരു വലിയ ബ്രീഡ്, പൊമറേനിയൻ്റെ പോലെ തന്നെ ഒരു വലിയൊരു സൈസാണ്. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുണ്ട്, ഇതിൻ്റെ കൂടെ ഇതുണ്ട്. ഇത് ഷേപ്പൊക്കെ ചെയ്ത് കൊടുക്കാം സാധനമുള്ള പോലെ. ഇതൊന്നും ആവശ്യം ഉണ്ടാവില്ല, ഇത് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ കത്രികയാണ്, അതിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല, ആമസോണിൽ മേടിക്കേണ്ടി വരും. കേർവ്ഡ് സിസറാണ് മേടിക്കുന്നത്. ഷിറ്റ്സൂനായതുകൊണ്ട് കേർവ്ഡ് സിസർ വേണം, ബിക്കോസ് അതിൻ്റെ ഇവിടെ കണ്ണിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ആവശ്യം. ഇതിപ്പോൾ ഇത് മേടിക്കുന്നൊന്നുമില്ല. പിന്നെ കുട്ടിയായ കാരണം ഇപ്പം എനിക്ക് അതിൻ്റെ ഇത് അറിയില്ല, എൻ്റെ നഖം ഇതായാലോ എന്ന് വെച്ചിട്ട് മാത്രം അത് മേടിച്ചാൽ വലിയ വിലയൊന്നുമില്ല. അല്ലാതെ നെയിൽ കട്ടർ തന്നെയാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നെയിൽ കട്ടർ ആകുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആ പോയിന്റ് വരെ അത് നിൽക്കുള്ളൂ, അതിനപ്പുറത്ത് അത് കടക്കില്ല. ഇത്രയാണ് അവന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുവരെ സ്പെൻഡ് ചെയ്തത്. ഒട്ടും എക്സ്പെൻസീവ് അല്ല. ചില ആൾക്കാർ പറയും ഇപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ബ്രീഡിനൊക്കെ കുറേ സാധനം മേടിക്കണം, മറ്റേതാണ്. പിന്നെ ഡോക്ടേഴ്സുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു 60 to 90 ഡേയ്സ് അമ്മയുടെ പാല് കുടിക്കാൻ അനുവദിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി. 45 ഡേയ്സിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കും കുറേ നമ്മൾ കെയർ ചെയ്യേണ്ടി വരും. പിന്നെ അവനിങ്ങനെ അതായത് പപ്പീസിന് അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തായിരുന്നു, ഐ മീൻ ഇന്ത്യക്ക് പുറത്തല്ല, കേരളത്തിന് പുറത്തായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ അനിയനൊരു ഇതുണ്ട്, റൂട്ടിൽ കാണുന്ന പപ്പീസ്. അന്നൊന്നും പപ്പീസ് ഇങ്ങനെ ഒരുപാട് നമുക്ക് മേടിക്കാനോ അങ്ങനെയൊന്നും കിട്ടിയിരുന്നില്ല. എവിടെയാണ് ഇതൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര പട്ടിക്കുട്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞങ്ങൾ അവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബറിൽ പട്ടിക്കുട്ടികളുണ്ടാകുമ്പോൾ നല്ല രോമമായിരിക്കും, തണുവ് സ്ഥലമാണല്ലോ. ഞങ്ങളതിനെ കൊണ്ടുവരും. അത് എത്ര മാസമായിരുന്നോ എത്ര ദിവസമായിരുന്നോ, ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് അവൻ കണ്ണെന്നെ തുറക്കുക. അതിന് പിന്നെ നമുക്ക് അറിയില്ലായിരുന്നു എന്തൊക്കെ കൊടുക്കണമെന്നോ
മോസ്റ്റ്ലി പപ്പി കുട്ടികൾക്ക് ഒരു മാസം 2 മാസത്തിൽ ഞങ്ങൾ ഒരു ഫുഡ് കൊടുത്തിട്ട് അത് ചത്തുപോകും. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ചെറിയ കുട്ടികളെ അമ്മയിൽ നിന്ന് മാറ്റാൻ പാടില്ല, അതുകൊണ്ടാണ് എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ബാക്കി പപ്പീസൊക്കെ മേടിച്ചത് അതെല്ലാം ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം ഏജ് ആയിട്ടാണ് മേടിച്ചത്. അത്യാവശ്യം ഏജ് അല്ല, 90 days കഴിഞ്ഞിട്ടാണ് മേടിച്ചത്. അതേപോലെ സെമേർഡ് ആയാലും 1 വയസ്സായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അന്വേഷിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ കിട്ടുമ്പോഴേക്ക് 1 വയസ്സായി. എന്നാലും പക്ഷെ അവൻ ഞങ്ങളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി, പെട്ടെന്ന് തന്നെ ഇണങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇവനെ കൊണ്ടുവന്നത് 90 days ആയിട്ട്. 90 days മീൻസ് ഒരു 80 days ആയിട്ട്. പിന്നെ ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചൂട് കൂടുതൽ. ഇപ്പം ചിലവർ ബാസ്ക്കറ്റ് മേടിക്കാറുണ്ട്, പിന്നെ ബെഡ് മേടിക്കാറുണ്ട്, പിന്നെന്താ ടവൽസ്, അങ്ങനത്തെ കുറേ അതൊന്നും മേടിക്കരുത്. അതൊക്കെ വേസ്റ്റാണ്. ബിക്കോസ് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ നമുക്ക് മേടിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ യൂസ് ആവില്ല എന്ന് മാത്രം. ഇപ്പം നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ പറയുമ്പോൾ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ സെമേർഡ് ഉണ്ടായിരുന്നു. അവനും ഏത് മഴയായാലും ഏത് ഇടിപൊട്ടലായാലും അവൻ നിലത്തേ കിടക്കുള്ളൂ. അവന് ഫാൻ ഇട്ട് കൊടുക്കണം. പിന്നെ ഫ്രിഡ്ജിൽ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം കൊടുത്തതുകൊണ്ട് അവൻ ഫ്രിഡ്ജിൽ വെള്ളമാണ് വന്നിട്ട് കുടിക്കുക. അതിന് ഫ്രണ്ടിൽ പോയി നിൽക്കും. അത്രയ്ക്ക് അതിപ്പോൾ മഴക്കാലം ആണെങ്കിലും അവന് തണുത്ത വെള്ളം തന്നെ വേണമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇവരെ കൊണ്ടുവന്ന സമയത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് കൂട് മേടിച്ചത്. ഇവൻ നിലത്ത് കിടക്കുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കും ഈശ്വര നല്ല മഴയായിരുന്നു, തണുക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അവന് ഭയങ്കര ചൂടായിരുന്നു. നിലത്ത് നീണ്ടു നിവർന്ന് കിടക്കും. പിന്നെ ഒന്ന് ചെയ്തു കൊടുക്കേണ്ടത്, അതിപ്പോൾ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യം. ഞങ്ങളുടെ നേരത്തെ സെമേർഡിനും ചെയ്തു കൊടുത്തിരുന്നു, ജർമ്മൻ ഷെപ്പേർഡിനും ചെയ്തു കൊടുത്തിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്മൾ കയ്യിൽ ഇത്തിരി വെള്ളം നനച്ചിട്ട് അവരുടെ നെഞ്ച് ഭാഗം ഉണ്ടല്ലോ, അടിഭാഗത്ത് ആ ഭാഗത്ത് ഒന്നിത്തിരി വെള്ളം നനച്ചു കൊടുക്കാം, ഒന്നിത്തിരി നനച്ചു കൊടുക്കാം, വെറ്റാക്കി വെക്കുക. അതേപോലെ അത് കഴിഞ്ഞിട്ട് അവരുടെ തല തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല ചൂടായിരിക്കും. അപ്പം തലയിൽ ഒന്നിത്തിരി വെള്ളം തൊട്ടിട്ട് ഒന്നും ഒഴിഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് കോരി ഒഴിക്കരുത്, കുറച്ചൊന്ന് ഇതാക്കി കൊടുക്കാം. അപ്പം തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായി. ഇത് ഞാൻ ഏത് ചാനലിലും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ ഭയങ്കര ചൂടാണ് അവർക്ക്, ഭയങ്കര നമ്മുടെ കാലാവസ്ഥ അവർക്ക് ഒട്ടും സൂട്ടല്ല. എല്ലാവരും പറയും ഇന്ത്യൻ ഇതിൽ വളർന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയും, പക്ഷേ അല്ല, അവർക്ക് നല്ല ചൂടാണ്. പറ്റുമായിരിക്കും, പക്ഷെ അവർക്ക് പറയാൻ പറ്റില്ല. ഞാൻ മോസ്റ്റ്ലി ചെയ്യാറുണ്ട്. നെഞ്ചിൻ്റെ അടിഭാഗത്ത് ഒന്നിത്തിരി നനച്ചു കൊടുക്കും, തലയുടെ ഭാഗത്ത് നനച്ചു കൊടുക്കും. അവർ കുറച്ചൊന്ന് കൂളും, അവർ പടപടപ്പൊന്ന് മാറും. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ. പിന്നെ ഉള്ളത് ഇപ്പോൾ ഷിറ്റ്സു ആയതുകൊണ്ട് അവന് പിന്നെ കുഞ്ഞി കുട്ടി ആയതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഈ ഹാർനസ് മേടിച്ചു. കടക്കാരിത് സജസ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ വീട് റോഡ് സൈഡ് ആയതുകൊണ്ട് അവൻ പെട്ടെന്ന് ചിലപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ ഇറങ്ങി ഓടും. പിന്നെ എന്തായാലും ഒരു സേഫ്റ്റിക്ക് നമ്മളിപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോയി ഞാൻ വാക്സിനേഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചുമ്മാ എടുത്തിട്ട് പോവുക ചെയ്തത്, ബാസ്ക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു ഇതുപോലത്തെ ഒരു ഇത് ഇപ്പോഴും ബാസ്ക്കറ്റ് ഞങ്ങൾ മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ കറങ്ങാൻ പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലത്തെ ഒരു ചെറിയൊരു സേഫ്റ്റിക്ക് ഇങ്ങനത്തെ ആവശ്യമുള്ളൂ. ഷിറ്റ്സിന് ഇത് കുഞ്ഞി പപ്പിക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഇതിൻ്റെ വലുതൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കടക്കാരെന്ന് പറഞ്ഞതൊന്നും വേണ്ട, ചെറിയ ഇതല്ലേ പപ്പിയല്ലേ, അപ്പോൾ അത്ര ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ക്ലോത്ത് ടൈപ്പ് വരുന്നുണ്ട് കുറച്ച് വീതിയായിട്ടുള്ള, അതും വേണ്ട. ബിക്കോസ് ഇവർക്ക് ഫർ കൂടുതലായതുകൊണ്ട് അതിങ്ങനെ എന്താ പറയുക ചുരുണ്ട് പോയി, ജട പിടിക്കുന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ, അതാവും. ഇതാവുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, സ്മൂത്താണ്, സിൽക്കി ടൈപ്പാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഫുൾ ടൈം ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇത് ക്ലിപ്പ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഭംഗിയുള്ളത് വേറെ മേടിക്കാം. അതായത് ഇതല്ല, ഇത് ഹൗസ് ലൈൻ എന്ന് പറയുന്നത് ഈ സാധനം. ഇതിൻ്റെ ചെയിനിൻ്റെ ഉണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇവനിപ്പോൾ ഇതന്നെ ധാരാളമാണ്, പക്ഷെ അത്രേ ഇതാവശ്യമുള്ളൂ. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ രാവിലെ പോകുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും പുറത്ത് വിടുമ്പോൾ റോട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകാം, വണ്ടികളൊന്നുമില്ല. പക്ഷേ ഹാർനസും ഇതൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ കൊണ്ടുപോകാറില്ല. അപ്പോൾ ഇന്ന് ഇതും കൂടിയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞു പപ്പീസിന് ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ ചിലവർ മറ്റേ കോളർ ഇടാറുണ്ട്, എന്ന് വെച്ചാൽ പണ്ട് പറയുന്ന പോലത്തെ ബെൽറ്റ്, നമ്മളതാണല്ലോ പറഞ്ഞിരുന്നത്. കോളർ ഇടുമ്പോൾ അവരിവിടെ ഭയങ്കര, ഞാൻ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത്
1-2 പേര് ഡോഗ്സിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ഫുള്ള് തോലൊക്കെ പോയി ചോന്ന് എന്താ പറയുക. പിന്നെ ഒരു ചോക്കി ഇങ്ങനെ വലിക്കുമ്പോൾ അവർ ഇവിടുത്തെ ഇതാവും. കുറേ 3 ഡോഗ്സ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർ സെയിം ആ സാധനം അതിലിട്ട് വെച്ചിട്ട് ഉറങ്ങിയിട്ട് അയ്യോ കാണുമ്പോൾ തന്നെ വിഷമം തോന്നും. അപ്പോൾ അങ്ങനത്തെ വേണ്ട. ഈ ഇങ്ങനെ കാലിൻ്റെ ഇടയിൽ കൂടി ഇടുന്നതാണ് ശരിക്കും മോസ്റ്റ്ലി ചെസ്റ്റിൻ്റെ അതിൽ കൂടി ഇടുന്നതാണ് മേടിക്കേണ്ടത്. എല്ലാ ഡോഗ്സിനും അതിപ്പോൾ നാടനായാലും ഏതായാലും ഇത് ഇങ്ങനത്തെയാണ് മേടിക്കേണ്ടത്. ഇത് കണ്ടോ, ഇങ്ങനെ ചെസ്റ്റിൻ്റെ അതിലെ കൂടെ ഇടുന്നതാണ് മേടിക്കേണ്ടത്. ഇതിപ്പോൾ പണ്ട് എന്താ ഇത് അണ്ടർവെയർക്ക് ഇടുന്ന പോലെ കേട്ടോ. അതായത് വളരെ എളുപ്പമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെ ഇടുന്നതാണ്. ഇതിനൊരു ബക്കിൾ ടൈപ്പ് ഉണ്ട്. ആക്ച്വലി ഒരു ലോക്ക് ചെയ്തിട്ട് തന്നു. ഇതാണ് ശരിക്കും. ഇതിങ്ങനെ ചെസ്റ്റിൻ്റെ അവിടെ കാൽവടി കൂടി ഇടുക, ലോക്ക് ചെയ്താൽ പറഞ്ഞത് അണ്ടർവെയർക്ക് ഇടുന്ന പോലെ. വളരെ എളുപ്പമാണ്. പിന്നെ അവർക്ക് ഇത് എന്താ പറയുക, ഇങ്ങനെ അവർ വലിച്ച് നടന്നാലും അവർക്ക് വേദനിക്കില്ല. പണ്ട് കാലത്ത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോബർമാൻ, ലാബ്രഡോർ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾക്ക് മാത്രം ആ സാധനം ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല, എല്ലാ പപ്പീസിനും ഈ സാധനം ഉണ്ട്. അതുകൊണ്ട് അവർക്കിവിടെ വലിക്കുമ്പോൾ വേദനിക്കും. അപ്പോൾ മോസ്റ്റ്ലി ഇങ്ങനത്തെ മേടിച്ചാൽ മതി. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഞാൻ പറഞ്ഞ 3 സാധനം മേടിച്ചിട്ട് ഒരു മരുന്നാണ്. ഹിമാലയയുടെ ആയതുകൊണ്ടാണ് അത് കുറച്ച് കോസ്റ്റ്ലി. ബാക്കി എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 300 രൂപയായി. അപ്പോൾ 3 കൂടി ചേർത്തിട്ട് കേട്ടോ. ഒരു ഇതും നെയിൽ കട്ടറും പിന്നെ അവൻ്റെ ഒരു ഡൈജിറ്റോണും കൂടെ ചേർത്തിട്ട് ഒരു 300 രൂപയായി. അതെനിക്ക് കാർഡില്ലാത്തത് കൊണ്ടായിരുന്നു. അപ്പോൾ കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടി ആവില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പർച്ചേസിന് പോകുമ്പോൾ തന്നെ കാർഡ് ചോദിച്ചു മേടിക്കാം. കാർഡുള്ള ഷോപ്സ് ആണെങ്കിൽ സ്ഥിരം കസ്റ്റമർ ആകുമ്പോൾ നമുക്ക് കാർഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഫുഡാണ് പിന്നെ മേടിക്കേണ്ടി വരിക. പിന്നെ ഞങ്ങൾ അവന് മേടിച്ചിട്ടുള്ളത് ഷാമ്പു ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ കുളിപ്പിച്ചത് ക്ലിനിക് പ്ലസ് ഇട്ടിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ മേടിച്ചത് അവന് വേണ്ടിയിട്ട് ഷാമ്പു ആണ് മേടിച്ചത്. അപ്പോൾ ഞങ്ങൾ ആദ്യം മേടിച്ചത് ക്ലിനിക് പ്ലസ് ആയിരുന്നു. 2 എണ്ണത്തിൻ്റെ ഞങ്ങളുടെ ആദ്യത്തെ പട്ടിക്കുട്ടികൾക്കൊക്കെ ഞങ്ങൾ ക്ലിനിക് പ്ലസ് തന്നെയായിരുന്നു യൂസ് ചെയ്യുക. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. നോട്ട് ഈവൻ മറ്റേ രോമം കൊഴിച്ചലോ അങ്ങനെയൊന്നുമില്ല. ബ്രഷ് ചെയ്ത് വിട്ടാൽ മതി. നമ്മളിപ്പോൾ നമ്മുടെ മുടി ഈരില്ലെങ്കിൽ ജട പിടിക്കില്ലേ, മുടി പിന്നെ ഈരുമ്പോൾ കൊഴിയില്ലേ. അവർക്ക് ഇങ്ങനെ ആയതുകൊണ്ട് അത് ഫുൾ കൊഴിഞ്ഞു പോകണമെന്നേ ഉള്ളൂ. പിന്നെ എന്തായാലും ഒരു പപ്പി കോട്ടുന്ന അഡൽട്ടിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, കുട്ടീന്ന് വലുതാവുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ബ്രഷ് ചെയ്ത് വിടാം. അപ്പോൾ പിന്നെ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ മേടിച്ച ഷാമ്പു ഹഗ്ഗൻ വാഗാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇത് മോളുടെ സജഷനാണ്. ഈ ഫുള്ള് സാധനങ്ങൾ അവരുടെ എന്താ പറയുക പോക്കറ്റ് മണിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബിക്കോസ് പട്ടിക്കുട്ടിയുടെ ഫുള്ള് ഇത് അവരാണ് നോക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവരാണ് മേടിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇത് വേണമെന്നൊരു ആഗ്രഹം കൊണ്ട് ഇത് മേടിച്ചു. ഇത് മേടിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിലും വില കുറഞ്ഞതുണ്ട്. അപ്പോൾ അത് മേടിച്ചാലും മതി. ഒന്നുമില്ലെങ്കിലും നമുക്ക് ക്ലിനിക് പ്ലസ് മതി. ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെന്നെ ധാരാളമാണ് ക്ലിനിക് പ്ലസ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി കൊടുക്കാം. സോപ്പ് ആ ഒരു ഇതുണ്ടാവുമല്ലോ, കെമിക്കൽ അവർ ഇതിലിരിക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് ഇച്ചിങ് വരും, ചൊറിച്ചൽ വരും. പിന്നെ അപ്പോൾ ഈ ഷാമ്പു മക്കളുടെ വകയായതുകൊണ്ട് അവൾക്ക് ഇതന്നെ വേണമെന്നായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ മേടിച്ചതാണ്. ഇന്ന് പോയിട്ട് ടിക്സിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇടയ്ക്ക് അവനൊന്ന് ഒരു ചൊറിയാറുണ്ട് രാത്രി. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി, പക്ഷേ കിട്ടിയില്ല. സാഷെ പാക്കറ്റ് ആവശ്യമുള്ളൂ. ബിക്കോസ് കാര്യമായിട്ടൊന്നും ഇപ്പോൾ ഇവന് ടിക്സിൻ്റെത് മേടിക്കാനുള്ള നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ അവൻ പുറത്തിറങ്ങി സിറ്റ് ഔട്ടിലൊക്കെ പോയിരുന്നു. അവിടെ സ്ട്രേ ഡോഗ്സ് തെരുവ് നായ്ക്കൾ വരുന്നുണ്ടായിരുന്നു. തെരുവ് നായ്ക്കൾ വന്നിട്ട് കിടക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരുന്നു അവൻ ആ ഒരു ഇത് വന്നത്. അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ടൗണിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യാണ് ചൊറിച്ചലുണ്ട്, ചില ഫുഡുകൾ അലർജി ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സജഷനിൽ മാത്രം മേടിച്ചാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഷാമ്പു തന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ മുടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് അവരുടെ ഷാമ്പു കണ്ടീഷണറാണ്. അപ്പോൾ അതിന് വേണ്ടി മാത്രം മേടിച്ചാൽ മതി. ഇതിപ്പോൾ അതൊരു ഷാമ്പു വൺസ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് കുറേ കാലത്തിന്. പിന്നെ എപ്പോഴും മേടിക്കുമ്പോൾ നോക്കേണ്ടത് ലാസ്റ്റ് എത്ര വർഷം നിൽക്കുന്നുള്ളതാണ്. ബിക്കോസ് ഇവർക്കൊക്കെ നമ്മളിപ്പോൾ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി വൺസൊക്കെ ആവും ചിലത് ചെയ്യാം.
ലൈക്ക് ഇപ്പോൾ ഈ ഒരു ഇതിപ്പോൾ മേടിച്ചത് ഞാനിത് ചോദിച്ചു. അപ്പം 2025 ഒരു വർഷം വരെയുണ്ട്. അപ്പം നമുക്ക് ഫുഡ് ഓവറാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ അവൻ പപ്പി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മേടിച്ച് വെച്ചു എന്ന് മാത്രം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടൂസ് നേരത്തെ ഉണ്ടായിരുന്ന സമയത്തിന് കുറച്ച് കൂടുതൽ ചില ദിവസം അവർ കഴിക്കില്ല, ഫുഡ് കഴിക്കില്ല. വോംസിൻ്റെ ശല്യം, നമ്മൾ മരുന്ന് കൊടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അവർ പുല്ല് തിന്നും, അപ്പോൾ ഫുഡ് കഴിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ ഇഞ്ചി നീര് കൊടുക്കും. അന്നത്തെ ദിവസത്തിന് ഡൈജഷൻ ആവാൻ വേണ്ടി ഇഞ്ചി നീര് കൊടുക്കും. കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, സിറിഞ്ചിൽ കൊടുക്കന്നെ. പിന്നെ അടുത്ത ദിവസം തന്നെ പോയിട്ട് വോംസിൻ്റെ മരുന്ന് കഴിച്ചു കൊടുക്കും. പിന്നെ അത് ഞങ്ങളിവിടെ 10 കൊല്ലം ഉണ്ടായിരുന്നു. അതായത് ഒരു ഡോഗിൻ്റെ ഏജ് എന്ന് പറയുന്നത് 10 to 11 or 12 ആണ്. അപ്പോൾ 10 കൊല്ലം അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു വയസ്സിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ മോസ്റ്റ്ലി 11 വയസ്സ് വരെ അവൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോസ്റ്റ്ലി നമ്മുടെ വീട്ടിലുള്ള ഫുഡ് കൊടുത്ത് അവനെ പഠിപ്പിക്കണം. ഇവനിപ്പോൾ എല്ലാ വീട്ടിലുള്ളത് കൊടുക്കുക. ഇവൻ ഇപ്പോൾ പാല് ഞങ്ങൾ കൊടുക്കണ കാരണം തൈരും ചോറും പാലൊന്നും കൊടുക്കാറില്ല. ബാക്കി എന്താ പറയുക, ചോറ് ഇപ്പോൾ കുറേ പേര് പറയുന്നത് ഉപ്പ് കൊടുക്കരുത്, മറ്റേത് കൊടുക്കരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞങ്ങളുടെ സമയമായിട്ടുള്ളതൊക്കെ ഞങ്ങളെല്ലാം കൊടുത്തിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ അവന് ചോറും പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ എല്ലാം കൊടുക്കാറുണ്ട്. തക്കാളി മാത്രം അവന് ഇഷ്ടമല്ല, ബാക്കി കുക്കമ്പർ, ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാതും അവൻ കഴിക്കും. പിന്നെ ബോയിൽ ചെയ്തിട്ട് കൊടുക്കാം, നമുക്ക് ബോയിൽ ചെയ്തിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു മഞ്ഞപ്പൊടി മാത്രം ഇട്ടാൽ മതി. ചിലവർ പറയാറുണ്ട്, ഇപ്പോൾ ഇവനെ കൊണ്ടുവന്ന ആൻറ്റി പറഞ്ഞു മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കോട്ടിൻ്റെ കളർ പോകും. ദാറ്റ് മീൻസ് കോട്ട് എന്ന് പറയുന്നത് അവരുടെ ഒരു മുടി രോമത്തിൻ്റെ കളർ പോകും. ഞങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന സെമോയിഡ് നല്ല തൂവലായിരുന്നു. പൊമറേനിയൻ അല്ല, അതിൻ്റെ നിങ്ങൾക്കിപ്പോൾ സെമോയിഡിന് അടിച്ചു നോക്കിയാൽ കാണാം. ഞങ്ങൾ ഫോട്ടോ ഇടാം സെമോയിഡിൻ്റെ. അപ്പോൾ നല്ല വെള്ള ഞങ്ങൾ എന്നും ചിക്കൻ എന്നും കൊടുക്കില്ല, എന്നാലും അവന് കൊടുക്കും. മുട്ട, ചിക്കൻ ഇതൊക്കെ നമ്മൾ വെച്ച കറി തന്നെയാണ് കൊടുക്കുക. മീൻ ഇതൊക്കെ കറി തന്നെയാണ് കൊടുക്കുക. പിന്നെ അപ്പോൾ അതേപോലെ കൊടുക്കുക. ഇപ്പം ഇവനിപ്പോൾ കുറച്ചൊരു മഞ്ഞളിട്ടിട്ടാണ് കൊടുക്കുക. ബിക്കോസ് അതെന്ന് വെച്ചാൽ ആൻറ്റി ബാക്ടീരിയ ഇതാണ്. ഒരു വല്ല ഇതുണ്ടെങ്കിൽ അത് വയറ്റിൽ വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. മഞ്ഞപ്പൊടി ഇടാറുണ്ട്. വേറെ ഉപ്പിടണമെന്നില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലവർ ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്ന പോലെ രോമം കൊഴിയും എന്നൊക്കെ പറയണത് കൊണ്ട് നിങ്ങൾ ഉപ്പിടണ്ട, മഞ്ഞപ്പൊടി ഇട്ടോളൂ. കളറൊന്നും ഒരു കുഴപ്പം വരില്ല, ഞാൻ ഗ്യാരണ്ടി. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെന്താ, ഇപ്പോൾ ഇതുവരെയ്ക്കുള്ളത് ഇപ്പോൾ 115 ഡേയ്സിന് ഞങ്ങൾക്ക് ചിലവായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുഡിൻ്റെ നോക്കണ്ട, അത് ഈ പറഞ്ഞ പോലെ മോൾക്ക് അത് മേടിച്ച് കൊടുക്കണം എന്നൊരു നിർബന്ധം ഉള്ളതുകൊണ്ട്. പിന്നെ പെഡിഗ്രി ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ കൊടുത്തിട്ട് അതൊന്ന് തീർത്തതാണ്. കോൺസ്റ്റിപ്പേഷൻ ഈ പറഞ്ഞ പോലെ ശോധന ഉണ്ടാവുന്നില്ല. പിന്നെ കൊടുക്കുന്ന സമയത്ത് ഛർദ്ദിച്ചു. പിന്നെ പെഡിഗ്രിയുടെ തന്നെ ചെറിയ പപ്പീസിന് മോസ്റ്റ്ലി സപ്പോസ് ഒരുപാട് പെറ്റ് ലവറാണ്, പൈസ ഇത്രയും സ്പെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ആണെങ്കിൽ ഹൈ പ്രീമിയം കൊടുക്കാം. ഈ പറഞ്ഞ പോലെ NNDയുടെ പ്രീമിയം ഫുഡ് ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അത് കഴിയുമ്പോൾ നിങ്ങൾ സാധാരണ റേറ്റ് കുറഞ്ഞ ഫുഡ് കൊടുത്താൽ മതി. ഇപ്പം ഞങ്ങൾ ഇവനത് മേടിച്ചിട്ട് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പെട്ടെന്ന് ഇവനിപ്പോൾ ചിക്കൻ ഇല്ല, മുട്ടയില്ല, അങ്ങനെയുള്ള. പിന്നെ ചോറായിട്ടില്ല. ഇന്നിപ്പോൾ സൺഡേ ആയി എനിക്ക് കേക്കിൻ്റെ വർക്ക് എൻ്റെ അറിയണ പോലെ ഞാനൊരു കേക്ക് കേൾക്കണം. അപ്പോൾ എനിക്കിന്ന് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കൊണ്ട് ചോറ് വെക്കാൻ പറ്റില്ല. അപ്പോൾ അവന് വിശക്കാൻ അറിയില്ല, പറയാനും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ഡോഗ് ഫുഡ് എടുത്ത് കൊടുക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രം വെക്കുക. അല്ലാത്ത സമയത്ത് ഇപ്പോൾ ചിക്കനും ഇല്ല, ഇതൊന്നും ഇല്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയില്ലേ, സാധാ മുട്ട മേടിച്ചിട്ട് ചോറിൽ പച്ച മുട്ട അടിച്ചു കൊടുത്താൽ മതി, അത് കഴിച്ചോളും, ഒരു കുഴപ്പമില്ല. പഴയ മുട്ടയായി കൊടുക്കരുത്, മുട്ട കേട് വന്നിട്ടുണ്ടാവും. മേടിച്ചിട്ട് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയോ, ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഫ്രഷ് തന്നെയാണ് ഉണ്ടാവുക, പുതിയ ട്രേസാണ് ഇറക്കുക. അപ്പോൾ അതിലത്തെ മുട്ട എടുത്തിട്ട് ഞാൻ പച്ചക്ക് അടിച്ചു കൊടുക്കും, അത് കഴിച്ചോളും. പിന്നെന്താ വേറെ അങ്ങനത്തെ ചെറിയ ഇതുള്ളൂ. അല്ലാണ്ട് എന്താ പറയുക, പിന്നെ വളരുന്ന സ്റ്റേജിലാകുമ്പോൾ അഡൾട്ട്സ് ഫുഡ് കൊടുക്കാം. അതും ഈ അഡൾട്ട് ഫുഡ്സ് ചിലവർ ചെയ്യണ പോലെ 3 നേരം കൊടുക്കും. ആക്ച്വലി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ചോറ് കൊടുക്കുക. മോസ്റ്റ്ലി
ഫുഡ് വീട്ടിലത്തെ ഫുഡ് കൊടുക്കും. ഇവനിപ്പോൾ ഇഡ്ഡലി കഴിക്കും, ദോശ കഴിക്കും, പൂരി കഴിക്കും. ചപ്പാത്തി അവന് പറ്റില്ല, ബിക്കോസ് അവൻ്റെ പല്ലിലൊട്ടുണ്ട്. പൂരി കഴിക്കുന്നുണ്ട്, പിന്നെന്താ എല്ലാതും കഴിക്കും, ഇഡ്ഡലി എല്ലാതും കഴിക്കും. പിന്നെ ചെറിയ ചെറിയ എമൗണ്ട് കൊടുത്ത് നോക്കുക, അങ്ങനെ ചെറുത് കൊടുക്കുക. പിന്നെ ഒരുപാട് ഓയിലി ഫുഡ് കൊടുക്കരുത്. പിന്നെന്താ ഇതന്നെ നമ്മുടെ വീട്ടിൽ പെഡിഗ്രിയുടെ തന്നെ മോമൻ പപ്പി ഉണ്ട്, അപ്പം അത് കൊടുക്കാം. പെഡിഗ്രിയിൽ തന്നെ അത് കൊടുക്കാം. പിന്നെന്താ വെറും പെഡിഗ്രി പപ്പി എന്ന് പറഞ്ഞിട്ടൊരു പപ്പി ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കണ്ട. പപ്പീസിന് കൊടുക്കണ്ട, വേണമെങ്കിൽ അഡൽട്സിന് കൊടുക്കാം. പിന്നെന്താ പിന്നെ ഫുഡ് ഈ പറഞ്ഞ പോലെ പച്ചക്കറികൾ വേവിച്ച് കൊടുക്കാം. ഈ ചിലവർ ചെയ്യാറുണ്ട്, ഞാനൊരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടിട്ടുള്ളതാണ്. അവരെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് വേവിക്കാം. ലൈക്ക് ക്യാരറ്റ്, പിന്നെന്താ പൊട്ടാറ്റോ, ബീറ്റ്റൂട്ട്, അതൊക്കെ ഇട്ടിട്ട് വേവിച്ച് കൊടുക്കാം. പിന്നെ ചില ഫുഡ് പട്ടിക്കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, ചായ കാപ്പി കൊടുക്കാൻ പാടില്ല, ചോക്ലേറ്റ്സ് കൊടുക്കാൻ പാടില്ല, അങ്ങനെ വേറെ കുറച്ചുണ്ട്. അത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഇവന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുള്ളത്. ഏകദേശം കൂടിൻ്റെ ഒരു വലിയ ചിലവൊന്നും ആയിട്ടില്ല. കൂടിന് മാത്രമേ ഞങ്ങൾക്ക് ഒരു ചാർജ് ആയിട്ടുള്ളൂ. ബാക്കി ഇതിനെല്ലാത്തിനും കൂടെ ഒരു 1000 രൂപ താഴെ ആയിട്ടുള്ളൂ എല്ലാത്തിനും കൂടെ. പിന്നെ കാൽഷ്യത്തിൻ്റെ പിന്നെ ഇത് അവർ തന്നതാണ്, ഞങ്ങൾ പട്ടിക്കുട്ടീനെ കൊണ്ടുവരുമ്പോൾ തന്നെ ചേച്ചി തന്നതാണ്. ഇതിനിപ്പോൾ വലിയ റേറ്റൊന്നും ഇല്ല. ഇതൊക്കെ ഡോക്ടേഴ്സ് അവരിപ്പോൾ നമുക്ക് വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ കിട്ടും തോന്നുന്നുണ്ട് മെഡിസിൻസ്, അവിടെ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് വീഡിയോസ്. അപ്പോൾ പട്ടിക്കുട്ടി മേടിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ അയ്യോ അപ്പോൾ ചിലവ് കൂടുതലാവും, നോക്കാൻ സമയമില്ല, അങ്ങനെ ഞാനും അത് വിചാരിച്ചിട്ട്, ബിക്കോസ് എനിക്ക് തീരെ സമയമില്ല പറഞ്ഞ പോലെ ബേക്കിങ്ങും കമ്പനിയൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊറ്റയ്ക്ക് ഇട്ടിട്ട് പോകുമ്പോൾ അവന് പേടി കൂടുതലാണ്. അതിങ്ങനത്തെ ഒരു ബ്രീഡിൻ്റെ കുഴപ്പമാണ്, അവൻ്റെ കുഴപ്പമല്ല. ഷിറ്റ്സു എന്ന് പറയുന്ന ഒരു ബ്രീഡിനെ ഒറ്റയ്ക്ക് ആക്കി കഴിഞ്ഞാൽ അവർക്ക് പാനിക്സ് വരും, കുറേ പാനിക് അറ്റാക്സ് അല്ല, ഡിപ്രഷനാവും. ഒറ്റയ്ക്കാണല്ലോ എന്ന് വെച്ചിട്ടുള്ളൊരു പേടി കൂടുതലാണ്. അതിപ്പോൾ നമ്മൾ എത്ര കംഫർട്ടായാലും അവർ ആ ഡോറിൻ്റെ അവിടെ നിന്ന് അവർ മാറില്ല. ആ ഡോറിൻ്റെ അതിൽ കൂടെയാണ് ഞാൻ ചാവി എടുത്താൽ അറിയാം, എന്നെക്കാട്ടിലും മുന്നേ പുറത്ത് പോയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രീഡ്, ബാക്കി ഒരു ബ്രീഡിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളൊരു കുറച്ച് ഞാൻ മെയിനായിട്ടുള്ളത് ഹൈജീനിക് ആവുക, കാലുകൾ ഇതാക്കി കൊടുക്കുക, ബോംസിൻ്റെ മരുന്ന് സ്കിപ്പ് ചെയ്യരുത്, പിന്നെന്താ വെള്ളം കൊടുക്കുക, പിന്നെ വാക്സിൻസ് കറക്റ്റ് ടൈമിന് എടുക്കുക. പിന്നെ വാക്സിൻ്റെ ഞാനൊന്ന് സെപ്പറേറ്റ് പറയാം. പിന്നെന്താ ആൻറ്റി റാബിസ് എടുക്കുക, അതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഇവന് ലൈസൻസ് എടുക്കാം, ലൈസൻസ് എടുക്കേണ്ട ഇതുണ്ട്. അപ്പോൾ ഒരു ബൂസ്റ്ററും കൂടെ കഴിഞ്ഞിട്ട് വേണം അതെടുക്കാൻ. അപ്പോൾ ഈ 4-ാം തീയതി ഒരു ബൂസ്റ്റർ, അതുകൊണ്ട് കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ലൈസൻസിൻ്റെ അപ്ലൈ ചെയ്യും. ബിക്കോസ് എല്ലാതും കൊണ്ട് ഇവർക്കൊരു ഡോഗ് പാസ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് അതിൽ വാക്സിനേഷൻ്റെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈസൻസിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടർ അന്ന് പോയപ്പോൾ പറഞ്ഞു ഇതും കൂടി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ പട്ടിക്കുട്ടീനെ വളർത്തണം എന്ന് ആഗ്രഹമുള്ളവർ ധൈര്യമായിട്ട് മേടിക്കാം, വലിയ ചിലവൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ അത്യാവശ്യം ചിലവില്ലേ. അതിപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ സ്നാക്സ് മേടിച്ചിട്ടാണെങ്കിലും എന്താ പറയുക, ചിക്കന് മറ്റേത് മറിച്ചത്, ആ ഒരു ദിവസത്തെ അത്ര ചിലവ് പോലും വന്നിട്ടില്ല ഞങ്ങൾക്ക്. ഈ ഒരു 115 ദിവസത്തിന് അത്ര ചിലവ് പോലും വന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ടൗൺ ഏരിയയിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ മറ്റേ ലിവർ, കിഡ്നി, പിന്നെ മാങ്ങ അതേപോലത്തെ ഒക്കെ കിട്ടും. ലിവർ അധികം കൊടുക്കരുത്, അത് കിട്ടും. അത് എത്രയാ ഞാൻ നോക്കിയപ്പോൾ മാങ്ങ എന്ന് പറയുന്നത് കുറേ ഒരു അത്യാവശ്യം കുറേ ഉണ്ട്. ഒരു ഏകദേശം ഒരു മാസത്തേക്ക് കൊടുക്കാനുള്ളത് 95 രൂപയാണ്. അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡെയിലി ഓരോന്ന് കൊടുത്താലും മതിയോ. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അല്ല വെച്ചാൽ നിങ്ങൾ എന്തായാലും ഇപ്പോൾ മീനും ചിക്കനും കഴിക്കാത്ത ആൾക്കാരില്ല. അപ്പോൾ ഇനിയിപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ മുട്ട മാത്രം കൊടുത്താൽ മതി. മുട്ട എന്താ പറയുക, അല്ലെങ്കിൽ പിന്നെ ഡോഗ് ഫുഡ്സ് മേടിച്ച് വയ്ക്കാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ അതായത് ഫുള്ളി ബ്രാഹ്മിൻസ് എന്നൊക്കെ പറയണം അവർക്ക്. അല്ലാത്തവർ നമുക്കിപ്പോൾ വീട്ടിൽ നോൺ കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. മുട്ട കൊടുക്കാം.
അല്ല വെച്ചാൽ ഡോഗ് ഫുഡ് മേടിച്ചു കൊടുക്കാം. ഡോഗ് ഫുഡ് മേടിച്ചിട്ട് നമ്മളിപ്പോൾ ഞാൻ ഇവന് ചെറുതായിരിക്കുന്ന സമയത്ത് ഫുള്ള് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ പെഡിഗ്രി ഉണ്ടാകുന്ന സമയത്ത് നന്നായി പൊടിച്ച് പൗഡർ ആക്കിയിട്ട് ചോറിലിട്ട് കൊടുക്കും. അപ്പോൾ ചോറും പോവും. അതേപോലെ തന്നെ വെള്ളം കുടിക്കില്ല എന്ന് വെക്കുമ്പോൾ പൊടിച്ച് പൗഡർ ആക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ അത് വന്നിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ കുറേ ഇത് ചെയ്യാം. അപ്പോൾ പട്ടിക്കുട്ടനെ വളർത്താൻ ആഗ്രഹമുണ്ട്. ഇതിന് കുറേ ചിലവാകുന്നൊക്കെ വിചാരിക്കുന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ ഇവൻ്റെ വീഡിയോയിൽ ഇനിയിപ്പോൾ കാണിക്കുന്നത് ബൂസ്റ്റ് ഇഞ്ചക്ഷൻസ് ലൈസൻസ് അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ അവന് മേടിക്കുന്ന സാധനങ്ങളുടെ ഇനിയിപ്പോൾ കാര്യമായിട്ട് മേടിക്കാനൊന്നുമില്ല. ഒരു സിസറാണ് മേടിക്കേണ്ടത്, ഒരു കത്രിക, പിന്നെന്താ ഒരു ട്രിമ്മർ മേടിക്കണം. ഇപ്പോൾ കത്രിക വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ട്രിമ്മർ മേടിക്കണമെന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടെണ്ണം മാത്രമേ ഇതിന് മേടിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പട്ടിക്കുട്ടികളെ കുറേ പേര് ഇങ്ങനെ കാശിനൊക്കെ ഇട്ടിട്ടുണ്ട്. കാശ് ഒരുപാടാവുമെന്ന് വെച്ചിട്ടുള്ളത് കൊണ്ട് മേടിക്കാതിരിക്കണം. ഒരു കാശ് ചിലവും ഇല്ല. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് പട്ടിക്കുട്ടീനെ വളർത്താവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പട്ടിക്കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊരു യൂസ്ഫുൾ ആവും. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്.